വഴിയരികിലെ ആ വലിയ കോൺക്രീറ്റ് പൈപ്പിനുള്ളിൽ താൻ പെറുക്കി കൊണ്ടുവന്ന ആക്രി ചാക്ക് തലയണയാക്കിയിട്ട് ഒരു ചാക്ക് വിരിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞു മോനുണ്ട്. ആ സമയത്താണ് പട്രോളിങ്ങിന് വന്ന പോലീസുകാർ ആ രംഗം കാണുന്നത്. പതിയെ ചെന്ന് ആ കുഞ്ഞിനെ തൊട്ടുണർത്തുന്നുണ്ട്. ആ രണ്ട് പോലീസുകാർ ആ മോനോട് ചോദിക്കുന്നുണ്ട്, മോനെ ഇതിനകത്ത് എന്താ? അപ്പൊ അമ്മ പറയാണ്, ഞാൻ ഇതിനകത്ത് ഉറങ്ങുകയാണ്. നിന്റെ അച്ഛനും അമ്മയും ഒക്കെ എവിടെയാണ്? എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല, അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയി. എനിക്ക് ആകെ ഉള്ളത് മുത്തശ്ശിയാണ്. ആ കുഞ്ഞങ്ങനെ പറയുമ്പോ ആരുടെ ഉള്ളൊന്നും പെടയില്ലേ? അവർ രണ്ടുപേരും ആ കുഞ്ഞിനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. പൈപ്പിന്റെ മറുഭാഗത്തിലൂടെ ചാടിയിട്ട് ഭയന്ന് ഓടുന്നുണ്ട്. എന്നാൽ അവർ അവന്റെ പിന്നാലെ ചെന്നിട്ട് ഭയം കൊണ്ട് വരച്ചിരിക്കുന്ന ആ മോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനോട് പറയാണ്, നീ എന്തിനാടാ ഓടിയതെന്ന് ചോദിക്കുമ്പോ, നിങ്ങൾ പോലീസല്ലേ, നിങ്ങൾ അടിക്കില്ലേ എന്നാണ് ആ മോൻ പറയുന്നത്. ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ല മോനെ, ഞങ്ങൾ നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. വസ്ത്രമില്ലാതെ നിൽക്കുന്ന ആ കുഞ്ഞിനെ കൂട്ടി ടൗണിലെ ടെക്സ്റ്റൈൽസ് പോയിട്ട് അവൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കുഞ്ഞിന്റെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരി ഉണ്ട്. സ്വന്തം കുഞ്ഞിനെ പോലെ തോളിലേറ്റിയിട്ട് അവനെ കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ അവന്റെ വീട്ടിലെത്തുന്നുണ്ട്. വീട് എന്ന് പറയാൻ പറ്റുമൊന്നുമില്ല, ചെറിയൊരു കൂര. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ മുത്തശ്ശിയെ ഏൽപ്പിച്ചിട്ട് മോനെ നന്നായിട്ട് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ നിൽക്കുന്ന ഇടയിലാണ് അനാഥനായ ഈ മോന്റെയും എന്റെയും അടുത്തേക്ക് ദൈവമാണ് നിങ്ങളെ പറഞ്ഞയച്ചതെന്ന് പറഞ്ഞിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ തലയിലൊക്കെ കൈവച്ചുകൊണ്ട് ആ സ്നേഹം അവരുമായിട്ട് പങ്കുവെക്കുന്ന ഒരു രംഗമുണ്ട്. നിയമത്തിന്റെ കാവലാളുകൾ എന്നതിനപ്പുറം കുഞ്ഞിന്റെയും മുത്തശ്ശിയുടെയും കണ്ണീരൊപ്പിയ ആ മനുഷ്യത്വത്തിന് അവരെ പോലെ തന്നെ ആ സ്വഭാവ മഹിമ പരക്കട്ടെ നമ്മുടെ സമൂഹത്തിലാകലെ. ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തിയൊന്നുമല്ലടാ പോലീസ്, നീതി ഉറപ്പാക്കാനുള്ള കരുതലാണ് അല്ലേ.